തിരുവനന്തപുരം പേട്ടയിൽ കുഞ്ഞിനെ കാണാതായ സംഭവത്തിൽ നിർണായക കണ്ടെത്തലിലേക്ക് പോലീസ് വഴിത്തിരിവാകുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു. അനുരാഗ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുരാഗ്, പ്രതിയിലേക്ക് ഇനി അധിക ദൂരമില്ലെന്ന് മനസ്സിലാകുന്നു. നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. എന്താണ് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? ഒപ്പം ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. ആര്യ, ഞാനിപ്പോൾ ഉള്ളത് ഈ കുഞ്ഞിനെ കണ്ടെത്തിയ അറപ്പുര വിളാകം ഭാഗത്താണ്. ആ കിടങ്ങ് ഭാഗത്ത് ഇപ്പോൾ DCPയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ്. കിടങ്ങിലാണ് ഇപ്പോൾ ഒരു വലിയ സംഘം തന്നെ ഫോറൻസിക്കിന്റെയും DCP അടക്കമുള്ള സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒരു കുഞ്ഞുമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:18 സമയത്ത് വരുന്ന ദൃശ്യം ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ എന്തായാലും ഒരു അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ, ആ അസോസിയേഷന്റെ ഓഫീസിനകത്ത് നിന്ന് നിർണായകമായ CCTV ദൃശ്യം, മുഖമടക്കം വ്യക്തമാകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ DCP അടക്കമുള്ള സംഘം ആ പരിസരമാകെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യം മണിക്കൂറുകളെടുത്ത് പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് എന്തായാലും പ്രതിയിലേക്ക് ഉള്ള ദൂരം അടുത്ത് തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസാണ് ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന CCTV ദൃശ്യം, അത് ആ വഴിയിലൂടെ വന്ന ഒരു സ്ത്രീ, അവരുടെ തോളിൽ ഒരു കുഞ്ഞ് കിടപ്പുണ്ട്. വൈകിട്ട് 5:18 സമയമാണ് അത് കാണിക്കുന്നത്. ആ വഴിയിലൂടെ വന്ന സ്ത്രീ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസിൻ്റെ വഴിയിലൂടെ തന്നെ കയറി ഇപ്പുറത്ത് ഈ മതിൽക്കെട്ട് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഈ മതിൽക്കെട്ട് വഴി കയറി കിടങ്ങ് ഉള്ളിലൂടെ തന്നെ കയറി അല്പദൂരം സഞ്ചരിച്ച് കിടങ്ങിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന നിഗമനമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ DCP നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ ഭാഗം, ഇവർ കടന്നുപോയി എന്ന് കരുതുന്ന ഭാഗങ്ങളിലെല്ലാം DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫോറൻസിക് സംഘത്തെ വിളിച്ചു വരുത്തിയതും. ഇപ്പോൾ ഫോറൻസിക് സംഘം ഇവർ സഞ്ചരിച്ചു എന്ന് കരുതുന്ന വഴികളിലെല്ലാം തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി പരിശോധന നടത്തി വരികയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഒരു സ്ത്രീയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ നിഗമനം. പ്രാഥമിക വിവരം മാത്രമാണ്. ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തേണ്ടത് പോലീസ് തന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ആ ഒരു ദൃശ്യമനുസരിച്ച് ഒരു സ്ത്രീയാണ് ദൃശ്യത്തിലുള്ളത്. സ്ത്രീയുടെ തോളിൽ ഒരു കുഞ്ഞ് കിടപ്പുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ 7 മണി മുതൽ തുടങ്ങിയ ആ പരിശോധനയാണ് ഇപ്പോഴും DCPയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ച് വരികയാണ്. നേരത്തെ ഈ തട്ടിക്കൊണ്ടുപോകലാണോ അല്ലെങ്കിൽ കുഞ്ഞ് സ്വയം നടന്നു വന്നതാണോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു. അത് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാനാകില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ ഏറെക്കുറെ ചിത്രം വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കാനാകുന്നത്. എന്തായാലും ഈ 5 അടിയോളം താഴ്ചയുള്ള കിടങ്ങിൽ കുഞ്ഞ് വീണതാകാമെന്നുള്ള നിഗമനം. കാരണം അങ്ങനെ വീഴുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പരിക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ പരിശോധനയിൽ മറ്റ് പരിക്കോ മറ്റൊന്നും കണ്ടെത്താനുമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ആരോ കൊണ്ട് ഇവിടെ വച്ചതാണ് എന്നുള്ള നിഗമനം പോലീസിനുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന തെളിവുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അനുരാഗ്, അതായത് ഒരുപാട് കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഈ സ്ത്രീക്ക് മാത്രമാണോ പങ്ക്? ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണെങ്കിൽ അതിന് പിന്നിലെ ലക്ഷ്യം എന്ത്? അങ്ങനെ നിരവധി കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഈ ഘട്ടത്തിൽ എന്തായാലും ഇത് പ്രതിയാണോ ഈ കുഞ്ഞ് തന്നെയാണോ എന്ന കാര്യമൊന്നും ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ചിത്രം ഏറെക്കുറെ പോലീസിന് വ്യക്തമായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവച്ചതാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നുകൊണ്ടിരിക്കുന്നു. ആ തരത്തിലുള്ള ചിത്രം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റിക്കാട് പൊന്തക്കാട് പ്രദേശമാണ്. അതിനൊപ്പം തന്നെ അവിടെ വലിയ കിടങ്ങ് സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രഹ്മോസിന്റെ പുറകുവശമാണ്. അത് അതീവ സുരക്ഷാ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മതിലിനോട് ചേർന്ന് വലിയൊരു കിടങ്ങ്, അതായത് ഈ മതിൽക്കെട്ട് ആരും ചാടിക്കടക്കരുത് എന്നുള്ള രീതിയിൽ ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. 5 അടിയുണ്ട്. കൂടി കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം, അതായത് ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസിന് പുറകുവശത്ത് കൂടി കയറി ഈ കിടങ്ങ് വഴി കയറി അല്പദൂരം സഞ്ചരിച്ച ശേഷം അവിടെ കുഞ്ഞിനെ കൊണ്ടുവച്ചു എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം ചെയ്യുന്നത്. മണിക്കൂറുകളായി ഈ പരിശോധന ഇപ്പോൾ DCPയുടെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വന്ന CCTV ദൃശ്യത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസിൽ നിന്ന് പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. രാവിലെ മുതൽ തന്നെ DCPയുടെ നേതൃത്വത്തിൽ ACPയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉള്ള സംഘം ഈ ഓഫീസിനുള്ളിൽ തന്നെ ഇരുന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഏറെക്കുറെ ചിത്രം വ്യക്തമായി എന്ന ഒരു ധാരണയിലായിരിക്കണം ഫോറൻസിക് സംഘത്തെ വിളിച്ചു വരുത്തി ഇപ്പോൾ അവർ സഞ്ചരിച്ചു എന്ന് കരുതുന്ന പാത, അതായത് കിടങ്ങിനുള്ളിലൂടെ ഇപ്പോൾ പരിശോധന നടത്തി വരുന്നത്. അല്പസമയത്തിനകം എന്തായാലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. DCP പരിശോധന പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. ശരി, തിരുവനന്തപുരം പേട്ടയിൽ കുഞ്ഞിനെ കാണാതായ സംഭവത്തിൽ നിർണായക കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. വഴിത്തിരിവാകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഒരു കുട്ടിയുമായി സ്ത്രീ കടന്നു പോകുന്ന CCTV ദൃശ്യമാണ് ഉള്ളത്. ആ ദൃശ്യമാണ് കുറച്ചു മുമ്പേ പുറത്തുവിട്ടത്. VS അനുരാഗാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.